നമസ്കാരം. ഇന്ന് ന്യൂസ് ഈവനിംഗ് ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. കായംകുളത്തെ വിഭാഗീയതയിൽ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുഴപ്പക്കാരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമല്ലെന്നും ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് ഈ കാര്യത്തിൽ പാർട്ടി നേതൃത്വം കടന്നിരിക്കുന്നു എന്നല്ലേ MV ഗോവിന്ദന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും കായംകുളത്തെ വിഭാഗീയതാ പ്രശ്നത്തിൽ പാർട്ടി നടത്തുക? ഗോപികൃഷ്ണൻ, പാർട്ടിക്കുണ്ടായ തിരിച്ചടി, തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം, അതായത് പാർട്ടിയുടെ വലിയ കോട്ടയായ കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന് വലിയ ലീഡ് ലഭിച്ച കായംകുളത്ത് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് BJP സ്ഥാനാർത്ഥി, പിന്നിലേക്ക് പോയത് പത്തിയൂരടക്കമുള്ള പാർട്ടി കോട്ടകളിൽ പാർട്ടി പിന്നോട്ട് പോയതടക്കമുള്ള കാര്യങ്ങൾ, ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. ഇവിടെ ഈ രീതി തുടരുകയാണെങ്കിൽ കേരളത്തിലടക്കം പാർട്ടി ഇല്ലാതാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകും, തിരുത്തേണ്ട നടപടികൾ തിരുത്തും, ചിലരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും. അദ്ദേഹം പറഞ്ഞ വാക്ക്, പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ ചില കളകളുണ്ട്, ആ കളകളെ കൃത്യമായി തന്നെ പറിച്ചു കളയേണ്ട നടപടികളിലേക്ക് പാർട്ടി നീങ്ങുകയാണ്. അത് ആരെന്നത് പ്രശ്നമല്ല, ഏത് വ്യക്തി എന്നത് പ്രശ്നമല്ല, അവരെ പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് പാർട്ടിക്കുണ്ടാകുന്ന നഷ്ടവും പാർട്ടി ഗൗനിക്കുന്നില്ല. ആ രീതിയിൽ ഉള്ള ആളുകളെ ഒക്കെ തന്നെ ഒഴിവാക്കുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബൂർഷ്വാ സമൂഹമാണ് നമ്മുടേത്. പക്ഷേ അവിടെ പാർട്ടിയിലേക്ക് വന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് ചില ആളുകൾ പണക്കാരാകുന്നു, ചിലർ ധനികരാകുന്നു. എങ്ങനെ ഇത്തരക്കാർ ഈ പാർട്ടിയിലേക്ക് വരുന്നു? അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. അത്തരക്കാരെയൊക്കെ തന്നെ പുറത്താക്കാൻ വേണ്ട പ്രത്യേക തലത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി സംവിധാനങ്ങൾ ഒരുക്കും. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഘടകം, ഈ സഹകരണ മേഖലയിലടക്കം വലിയ അഴിമതി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങളിലെ ആളുകളെ, ഭാരവാഹികളെ കൃത്യമായി വർഷങ്ങളോളം അവരെ തന്നെ വയ്ക്കാതെ അതിൽ മാറ്റം വരുത്തുന്ന രീതി കൊണ്ടുവരും എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തോൽവിയിൽ കൃത്യമായ അച്ചടക്ക നടപടി ഉണ്ടാകും. അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ ബാധ്യസ്ഥർ, ആർക്കൊക്കെയാണ് അതിൻ്റെ ചുമതല എന്ന് കൃത്യമായി പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് മേഖലയിലൊക്കെയാണ് അത്തരം വീഴ്ചകൾ ഉണ്ടായെന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈഴവ വോട്ടുകളെ പറ്റി കൃത്യമായി അദ്ദേഹം പറഞ്ഞുവെങ്കിലും SNDP പറ്റിയുള്ള രൂക്ഷമായ വിമർശനം നേരത്തെ പാർട്ടി മുഖപത്രത്തിലടക്കം ഉന്നയിച്ചു എങ്കിലും ഇത്തവണ മേഖല റിപ്പോർട്ടിങ്ങിൽ, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചുള്ള അവലോകന റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം SNDPക്കെതിരെയോ ഈഴവ വോട്ടുകളെ സംബന്ധിച്ചോ ഒരു കാര്യവും പറഞ്ഞില്ലെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പക്ഷേ SC/ST മേഖലയിൽ, പ്രത്യേകിച്ചും ധീവര മേഖല, ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ആലപ്പുഴയിലെ സ്ഥലങ്ങൾ, കയർ തൊഴിലാളികൾ, കർഷകർ, അങ്ങനെയുള്ള ആളുകളിൽ നിന്നുമുള്ള വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയില്ല. SC/ST വിഭാഗത്തോട് നമ്മൾ പുലർത്തുന്ന രീതി അത് മാറ്റണം. ഒപ്പം തന്നെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ സാധാരണ പാർട്ടി മെമ്പർമാർ വരെ പുലർത്തേണ്ടതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, അവർക്കുണ്ടാകേണ്ട വിനയം, അതൊക്കെ നഷ്ടപ്പെട്ട കാലം കഴിഞ്ഞു. ഇനി ഈ രീതി പാർട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് മൂല്യച്യുതി ഉണ്ടാകും. അത്തരക്കാരെ ഒഴിവാക്കുന്ന നടപടികൾക്ക് വലിയ വേഗം കൂട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ മാവേലിക്കര, ആലപ്പുഴ, കായംകുളം, ചെങ്ങന്നൂർ തുടങ്ങിയ നിയോജക മണ്ഡലത്തിലെ മേഖലാ റിപ്പോർട്ടിംഗ് ആണ് നടന്നത്. അവിടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തൊട്ട് താഴോട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം PB അംഗം തോമസ് ഐസക്കിൻ്റെ സെക്ഷനാണ്. അതിലും രൂക്ഷമായ വിമർശനം ഉണ്ടാകും. ഒപ്പം തന്നെ ഇതിന് ശേഷമുള്ള മറുപടിയും ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പാർട്ടി സഖാക്കൾക്ക്, അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാർക്കും പറയാനുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തും. അങ്ങനെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, കീഴ്ഘടകങ്ങളിലേക്കുള്ള മേഖലാ റിപ്പോർട്ടിംഗ് ആണ് ആലപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഗോപികൃഷ്ണൻ. മനീഷ്, സ്വാഭാവികമായും ഇപ്പോൾ ഈ കായംകുളത്തെ വിഭാഗീയതയെ കുറെ കൂടി ഗൗരവത്തിൽ പാർട്ടി കാണാൻ പോകുന്നു. മാത്രമല്ല, ഈ CPMനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി CPMന്റെ ഈ അടിസ്ഥാന വോട്ടുകളിലെ ചോർച്ച ഒരു പ്രധാന കാരണമായി കാണുന്നുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ജനങ്ങൾക്കിടയിൽ വിശ്വാസം നേടിയെടുക്കുന്നതിന്, പാർട്ടി അണികളിൽ ശരിയായ തരത്തിലുള്ള സന്ദേശം നൽകുന്നതിനൊക്കെ കായംകുളത്തെ വിഭാഗീയതയിൽ കടുത്ത നടപടികളുമായി ഇടപെടുക എന്നതായിരിക്കുമല്ലോ നേതൃത്വം കണക്കുകൂട്ടുന്നത്, അല്ലേ? അതെ ഗോപികൃഷ്ണൻ, അതായത് സംസ്ഥാനത്ത് CPMനകത്ത് പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. കാരണം ഇവിടെ
ഓരോ യോഗങ്ങളിലടക്കം വിമർശനമായി പരിഹാസ രൂപേണ പറയുന്നത് ആലപ്പുഴയിൽ 10 പേരുണ്ടെങ്കിൽ അത് 10 ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് ഒക്കെ പോലെ സാധാരണ കോൺഗ്രസിനൊക്കെ തന്നെ പരിഹസിക്കുന്ന പോലെയുള്ള ചില ഗ്രൂപ്പിൻ്റെ അപ്രമാദിത്യം ആലപ്പുഴയിലെ പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് കായംകുളത്താണ്. വലിയ വിഭാഗീയത ഉണ്ടാകുന്നു. നേരത്തെ വന്ന കായംകുളത്തെ ഡിഗ്രി കേസിലടക്കം, അതായത് വ്യാജ ഡിഗ്രി കേസടക്കം ഉന്നയിച്ചുകൊണ്ടൊരു വിഭാഗം രംഗത്ത് വന്നു. അന്ന് ജില്ലാ സെക്രട്ടറി അംഗം KH ബാബുജാനെതിരെയായിരുന്നു. പിന്നീട് അവിടെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വിപിൻ സി ബാബുവിനെതിരെ ഭാര്യ കൊടുക്കുന്ന പീഡന ആരോപണം, ഗാർഹിക പീഡന പരാതി, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടിയിൽ പല ഗ്രൂപ്പിലുള്ള ആളുകൾ മുതലെടുത്തു എന്ന വലിയ വിമർശനമുണ്ട്. അങ്ങനെ വലിയ പാർട്ടി കോട്ടയായ, അതായത് ആലപ്പുഴ ജില്ലയിൽ തന്നെ പാർട്ടി രൂപീകരിച്ച അങ്ങനെ പാർട്ടി പിറവിയെടുത്ത പത്തിയൂർ എന്ന ഗ്രാമപഞ്ചായത്തിൽ 10-15 വർഷമായി പാർട്ടി മാത്രം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പിന്നോട്ട് പോകുന്നു. വളരെ ഗൗരവമായി പാർട്ടി അത് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംബന്ധിച്ച് വലിയ രീതിയിൽ മേൽഘടകം മുതൽ കീഴേ ഘടകം മുതൽ വരെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ അതിൻ്റെ ഒരു സൂചന, മുന്നറിയിപ്പ് എന്ന രീതിയിലായിരുന്നു നേരത്തെ അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്, അതിന് 5 കേസുകളുള്ള ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ കാപ്പ ചുമത്തി നാട് കടത്തുന്ന നടപടിയിലേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ പാർട്ടി ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചു തന്നെ പാർട്ടിയിലെ ക്രിമിനൽ സംഘത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പീഡന പരാതിയിലും കൃത്യമായി പോലീസ് സാധാരണഗതിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാതി ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വന്നാലൊക്കെ തന്നെ അത് അന്വേഷിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടി സ്വാധീനം ഉപയോഗിച്ചത് തേച്ചുമായ്ച്ച് കളയുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇത് കൃത്യമായി അവിടെയൊക്കെ തിരുത്തൽ വരുത്തി പരാതിയിൽ പാർട്ടി പോലീസ് കേസെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുത്തൽ നടപടികൾ ഒക്കെ തന്നെ കായംകുളത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ ജാതി സമവാക്യം ഒക്കെ തന്നെ എടുത്തു പറയേണ്ട സ്ഥലത്ത് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ കായംകുളത്തെ സംബന്ധിച്ച് SNDP വോട്ടുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈഴവ വോട്ടുകളെ സംബന്ധിച്ചോ പറയുന്നില്ല. SC ST വോട്ടുകൾ നഷ്ടപ്പെട്ട വിഷയം ഗൗരവമായി തന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ കളകളെ എടുത്തു കളയേണ്ട സമയമായി കൃത്യമായി. ഏതായാലും കായംകുളത്തെ വിഭാഗീയതയിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. കുഴപ്പക്കാരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും അത് പ്രശ്നമല്ല എന്നാണ് ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നുണ്ടായത് നീറ്റ് പരീക്ഷാ വീഴ്ചകളിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചതാണ്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കോടതിയിൽ വ്യക്തമാക്കി. കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ സമ്മതിക്കുമ്പോൾ അതിൻ്റെ പരിഹാര മാർഗം എന്ത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഈ ചോദ്യപേപ്പർ ചോർച്ച കുറ്റസമ്മതം സർക്കാർ നടത്തുമ്പോൾ അതിനെങ്ങനെയാണ് സുപ്രീം കോടതി കണ്ടത്? ഗോപി, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലൊരു അവ്യക്തതയുണ്ട് എന്ന് തോന്നുന്ന പ്രതികരണമായിരുന്നില്ല കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതി പ്രധാനപ്പെട്ട നിരീക്ഷണമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ, ഇരു വിഭാഗത്തിൻ്റെയും വാദങ്ങൾ പ്രാഥമികമായി കേട്ടുകൊണ്ട് വ്യക്തമാക്കിയത് 23 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന വിധത്തിലേക്ക് ഏതെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളാൻ തങ്ങൾക്ക് ബാധ്യതയില്ല. മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നു എന്ന വസ്തുതയാണ്. കേന്ദ്ര സർക്കാരും NDAയും എത്ര സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ചോദ്യപേപ്പർ ചോർന്നു എന്ന വസ്തുത അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ ആ വസ്തുതയെ അംഗീകരിച്ച് സമർപ്പിക്കുന്ന മറുപടിക്കും നിലപാടിനും മാത്രമേ പ്രസക്തിയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത്. ഇതിന് അടിസ്ഥാനമായിട്ട് മാറിയത് സുപ്രീം കോടതിയിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാടാണ്. സോളിസിറ്റർ ജനറലും NDAയും സ്വീകരിച്ച നിലപാടനുസരിച്ച് രാജ്യത്തെ 2 ഇടങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും വിധത്തിൽ ഈ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്. അത് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയും റീടെസ്റ്റ് അടക്കമുള്ളവ ചെയ്യാം എന്ന വിധത്തിലേക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഈ റീടെസ്റ്റിന് വിധേയരാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പ്രായോഗികമല്ല എന്ന നിരീക്ഷണമാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. ഇതിനെ ഏതാണ്ട് ഫലത്തിൽ അംഗീകരിച്ചുകൊണ്ട് വാദങ്ങൾ കേട്ട സുപ്രീം കോടതി പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റീടെസ്റ്റ് അല്ല തങ്ങൾ മുൻവിധിയോടുകൂടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പരീക്ഷയുടെ കൃത്യമായിട്ടുള്ള നടത്തിപ്പ് അത് സുതാര്യമായിട്ടാണ് എന്നത് ബോധ്യമാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വസ്തുതകളെല്ലാം കോടതിയുടെ മുന്നിലേക്ക് എത്തിയേ
മതിയാകൂ. ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ രണ്ടിടങ്ങളിലാണ് ചോർന്നത് എന്ന് സർക്കാർ പറയുമ്പോഴും രാജ്യത്ത് പലയിടങ്ങളിലും ഈ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഈ ചോദ്യപേപ്പറുകൾ വ്യാപിച്ചിരിക്കാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർന്നതിന്റെ പ്രതിഫലനം രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും എത്തിയോ എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ലഭിച്ച ഈ ഒന്നാം റാങ്കുകാരുടെ എണ്ണത്തിലുള്ള വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആ വിധത്തിലുള്ള സംശയത്തിന് ബലം നൽകുന്ന ചിന്തകളാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്, കുറ്റം ചെയ്തവരെ അഥവാ ഈ ചോദ്യപേപ്പർ ചോർച്ച വഴി അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവരെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരു വ്യക്തത ഇതിലിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പുനഃപരീക്ഷ നടത്തണം എങ്കിൽ ചിലത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണല്ലോ ചീഫ് ജസ്റ്റിസ് പറയുന്നത്. വ്യവസ്ഥാപിത തലത്തിൽ ലംഘനം നടന്നിട്ടുണ്ട് എന്നത് പരിശോധിക്കണം. ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പരീക്ഷാ പ്രക്രിയയുടെയും സുഗമമായ സമഗ്രതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അതായത് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ചോദ്യപേപ്പർ ചോർച്ച സമ്മതിച്ചിട്ടുണ്ട് സർക്കാർ, പക്ഷേ അത് ഈ വ്യവസ്ഥാപിതമായ തലത്തിൽ ലംഘനം നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം എന്ന് കോടതി ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? ഗോപി, ഇപ്പോഴത്തെ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, എത്തിയിരിക്കുന്ന ഹർജിയിലെ രാജ്യവ്യാപകമായിട്ടുള്ള ഹർജിക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപ്തി, ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് കോടതി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഹർജിക്കാർ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കോടതിയിലേക്ക് എത്തുമ്പോൾ ആക്ഷേപങ്ങൾ എല്ലാ ഭാഗത്തും ഉയർന്നു കേൾക്കുന്നു എന്ന ഒരു അനുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കോടതി ഈ വിധത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയത്. കോടതി പറയുന്നത് പുനഃപരീക്ഷ നടത്തണം എന്നതിൽ ഒരു മുൻവിധി കോടതിക്കില്ല. 23 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അതിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന രീതിയിൽ തീരുമാനങ്ങളിലേക്ക് പോകാനും കോടതി താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ പരീക്ഷയുടെ വിശ്വാസ്യത എന്നുള്ളത് പരമപ്രധാനമാണ്. ഈ പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർത്തിയത്, ആ ചോദ്യപേപ്പർ ചോർച്ച നടന്നത് വഴി ഗുണഭോക്താക്കളായവർ അവർക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും ഇവയ്ക്കെതിരെ നടപടി ഉണ്ടാവുകയും റീടെസ്റ്റ് അടക്കം സാധ്യമാണെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി നടപ്പാക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചർച്ചകളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഒരു പുനഃപരീക്ഷ എന്നുള്ളതാണ് ഉചിതം എന്ന് കോടതി പറയുന്നു. കാരണം പരീക്ഷയുടെ സമഗ്രത, വിശ്വാസ്യത ഇവയൊക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പരീക്ഷയുടെ നടത്തിപ്പ്, ആ നടത്തിപ്പ് കൃത്യമായിരുന്നു എന്നത് പൊതുസമൂഹത്തിന് ബോധ്യമായി മതിയാകൂ. അതുകൊണ്ട് മറ്റേത് വിഷയം നിലനിന്നിരുന്നാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അഥവാ ഇതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്താനായി സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പുനഃപരിശോധന യാഥാർത്ഥ്യമാക്കുകയാണ് ഏറ്റവും ഉചിതമെന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധനയുടെ കാര്യവും കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും കോടതി തേടിയിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതി പരിശോധിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് എന്താണ് പരീക്ഷ ക്രമക്കേടിന് അടിസ്ഥാനമായിട്ട് മാറിയത്, എങ്ങനെയാണ് ഈ പരീക്ഷാ ക്രമക്കേട് നടന്നത്, ഈ സംവിധാനത്തിലെ പാളിച്ച എന്തൊക്കെയാണ്, ഈ സംവിധാനത്തിൽ എവിടെയൊക്കെയാണ് പുഴുക്കുത്തുകൾ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായി ഈ സമിതിക്ക് സാധിക്കും. അതാണ് ഉചിതം എന്ന നിരീക്ഷണമാണ് കോടതി പങ്കുവച്ചത്. ഒപ്പം 6 FIRകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചു. അന്വേഷണം ഉചിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞു. പക്ഷേ അത് വ്യക്തമാക്കുന്ന വിധത്തിൽ CBI സ്റ്റാറ്റസ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10-ാം തീയതി ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് കോടതിയിൽ എത്തണം എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. NDA അവരുടെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വീണ്ടും അറിയിക്കണം. അത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന നിലപാട് അംഗീകരിച്ചുകൊണ്ടാകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സമാനമായിട്ട് കേന്ദ്ര സർക്കാരും സത്യവാങ്മൂലം 10-ാം തീയതി തന്നെ സമർപ്പിക്കണം. ഒപ്പം പരീക്ഷാ ക്രമക്കേടിൽ അതൃപ്തി വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി. പരീക്ഷ നടത്തണമെങ്കിൽ ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. വ്യവസ്ഥാപിതമായ തലത്തിൽ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പരീക്ഷാക്രമത്തിന്റെയും പ്രക്രിയയുടെയും സമഗ്രതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നും കോടതി പറയുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണ് ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളത്,
ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ കണ്ടെത്തണം. അങ്ങനെ ഗുണഭോക്താക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പുനഃപരീക്ഷ ആവശ്യമില്ല എന്നതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ച കളങ്കം വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തണം എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവ നേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി നൽകി. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. പണം വാങ്ങി PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതി CPIM-ന് ഇല്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ വ്യക്തമാക്കി. കോഴിക്കോട്ടെ തട്ടിപ്പ് ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കും. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആർക്കും ആരോപണം ഉന്നയിക്കാമല്ലോ എന്നും MB ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾ PSC മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല. CPIM-ൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ PSC മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ. അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ലാന്ന്. അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ആ ധാരണ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരോട് നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം ആരോടും നല്ലോണം വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ പ്രധാനപ്പെട്ട പണിയെ ആരോടും ഉന്നയിക്കില്ലേ? തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് എന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. PSC അംഗത്വം CPIM തൂക്കി വിൽക്കുകയാണെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വമുള്ള ഒരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉയർന്ന പരാതിയിൽ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ പുതിയ വിവാദത്തെ, ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണത്തിൽ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട് എന്താണ്? ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് പാർട്ടി കടന്നിരിക്കുന്നത്? ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇക്കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല, ഇതിൽ അന്വേഷണം നടത്തും എന്ന് മാത്രമാണ്. ഇതിൽ കുറെ കൂടി ഗൗരവത്തിൽ അന്വേഷണം വേണം, കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് CPM ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക?
ഗോപി, ഈ ഒരു വിവാദം CPM-ൽ പുതിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം CPM-ന്റെ ഉന്നത നേതൃത്വം എല്ലാം തന്നെ തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയിൽ നാം കണ്ടത് അതാണ്. മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സ്വാഭാവികമായ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ MV ഗോവിന്ദന്റെ മറുപടിയും അത്തരത്തിലുള്ളത് തന്നെയാണ്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് ഏകദേശം 8-9 മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഈ പരാതിക്കാർ ഡോക്ടേഴ്സായ ദമ്പതിമാർ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന് നൽകുന്നത്. കൊട്ടൂളി ഘടകത്തിനാണ് ആദ്യം ഈ പരാതി നൽകുന്നത്. കൊട്ടൂളിയിലെ തന്നെ യുവ നേതാവായ പ്രമോദ് KVയുടെ പേരിലായിരുന്നു ഈ ഒരു പരാതി. ഈ പരാതി പിന്നീട് ഈ കൊട്ടൂളി ഘടകമാണ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്നത്. ജില്ലാ കമ്മിറ്റി പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ഉൾപ്പെട്ട ഒരു പരാതിയായതിനാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്നതിനാൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുന്നത്. തുടർന്നാണ് പ്രാഥമികമായ ഒരു കണ്ടെത്തൽ ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു എന്നുള്ളതിനെ തുടർന്ന് ഒരു 4-അംഗ കമ്മീഷനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വയ്ക്കുന്നതും അന്വേഷണം നടത്തുന്നതും. ഈ അന്വേഷണത്തിനൊടുവിലും ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എത്തുന്നത്. ഏതായാലും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നേതാവിനെതിരെ, യുവ നേതാവ്, അദ്ദേഹം CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്, CITUവിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്കുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നുമുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനത്തിനൊടുവിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ ഒരു പരാതിയിന്മേലുള്ള റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ പുറത്തു വരുന്ന വാർത്തകളിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന്, ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീക്കാനുള്ളൊരു നടപടിയാകും ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി കൈക്കൊള്ളുക. കാരണം PSC പോലെ ഒരു സ്ഥാപനത്തിലേക്ക് നടക്കുന്ന പ്രവേശനം അല്ലെങ്കിൽ അതിൽ അംഗത്വം എടുക്കൽ, ഇത്തരം കാര്യങ്ങൾ വളരെ ലഘുവായി ഒരു പാർട്ടിയുടെ യുവ നേതാവ് വിചാരിച്ചാൽ നടക്കുന്നത്ര ലളിതമാണോ? അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിൻ്റെ വിശ്വാസ്യതയെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി തീരുമാനവും എടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം നിലവിൽ പാർട്ടിക്കകത്ത് പാർട്ടിതല അന്വേഷണം എന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാവിലെ കോൺഗ്രസ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നുള്ളതാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് CPM-ന്റെ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയ ഇത്തരത്തിലുള്ള പല ഇടപാടുകളും, റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല ഇടപാടുകളിലും മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല രീതിയിൽ പല രൂപത്തിൽ പണം തട്ടുന്ന ഒരു കേന്ദ്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗം CPM-ന്റെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഈ പാർട്ടിക്കകത്ത് ഒതുങ്ങി നിൽക്കരുത്, അത് പോലീസിലേക്ക് എത്തണം. കോടതിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി നിലവിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നം അത് ചെറുതല്ല. കാരണം ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുക, ഏതാണ്ട് 22 ലക്ഷം രൂപയോളം ഈ യുവ നേതാവ് കൈക്കലാക്കി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നിലവിൽ പാർട്ടിതല അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രമോദ് കൊട്ടൂളി എന്ന യുവ നേതാവിനെതിരെ പാർട്ടിതല നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. പോലീസിലേക്ക് പരാതി എത്തുമോ, ആ രീതിയിലുള്ള ഏതെങ്കിലും അന്വേഷണം നടക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി ഉയർന്നു വരുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ ആകാശ് തില്ലങ്കേരിയും അതോടൊപ്പം തന്നെ കൂടെ മറ്റുള്ളവരും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അത് വയനാട്ടിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ?
ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ, അതായത് നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും പങ്കുവച്ചത്. ആ ദൃശ്യങ്ങളിൽ എത്രത്തോളം ഒഫൻസ് ഉണ്ട് എന്നത് വളരെ കൃത്യവും വ്യക്തവുമാണ്. അത് തന്നെ പരിശോധിച്ചാൽ, അതായത് ആ വാഹനത്തിന്റെ മോഡിഫിക്കേഷൻ ഒന്നാമത്തെ ഒഫൻസായി കാണാം. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, അത് മറ്റൊരു ഒഫൻസാണ്. ഒപ്പം ഈ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അങ്ങനെ നിരവധി ഈ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രം വ്യക്തമാണ്. ആ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല, അതുകൊണ്ട് RC ഓണറെ വേഗത്തിൽ കണ്ടുപിടിക്കുക അപ്രായോഗികമാണ്. ആ ഘട്ടത്തിൽ സാധാരണഗതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ചെയ്യാറുള്ളത് ആ വാഹനം ഓടിച്ച ആളെ തിരിച്ചറിയുകയും അതിനുശേഷം ആ ലൈസൻസ് ഹോൾഡറെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയുമാണ് സാധാരണഗതിയിൽ ചെയ്തത്. ഇത്തരം ദൃശ്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ സമീപകാലത്ത് നിരവധി വ്ളോഗർമാരെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഓടിയിട്ടുണ്ട്. അതൊന്നും ശരിയായ നടപടിയല്ല, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന വാദമല്ല ഇവിടെ പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ പനപരത്ത് നിന്നാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വയനാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് നിയമത്തെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും അത് സംബന്ധിച്ച് പലവിധ അവകാശവാദങ്ങൾ ഇതേ സമൂഹ മാധ്യമത്തിൽ കമന്റായും മറ്റും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതിയാണ് ആകാശ് തില്ലങ്കേരി. സ്വർണ്ണക്കടത്ത് കേസിലും ആരോപണ വിധേയനാണ്, അന്വേഷണം നേരിട്ട വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തി നിയമവിരുദ്ധമായി നിരവധി ഒഫൻസുകൾ, ഈ ദൃശ്യങ്ങളിൽ മാത്രം വ്യക്തമാകുന്ന നിരവധി ഒഫൻസുകൾ അവിടെ തന്നെ വ്യക്തമാണ്. അങ്ങനെ ഒരു ദൃശ്യം ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പുറത്ത് വളരെ മാന്യമായി സഞ്ചരിക്കുന്നു എന്നത് അത്ര ഉചിതമായ കാര്യമല്ല. അതൊരു നല്ല സന്ദേശമല്ല നമ്മുടെ നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് നൽകുക എന്ന കാര്യത്തിൽ വ്യക്തത കുറവൊന്നുമില്ല. പക്ഷേ അതായത് ഈ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല, അതുകൊണ്ട് വളരെ വേഗത്തിലുള്ള നടപടി അസാധ്യമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനുശേഷം നടപടി സ്വീകരിക്കുന്നത് കാര്യം പരിശോധിക്കുന്നു, ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു എന്നൊക്കെയാണ് മറുപടി. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ദൃശ്യങ്ങൾ വന്ന് മണിക്കൂറുകൾക്കകം നടപടി സ്വീകരിച്ച പല സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പല വ്ളോഗർമാരുടെയും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു മെല്ലെപ്പോക്കുണ്ട് എന്ന സംശയം സ്വാഭാവികമായി തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര വലിയ ഒഫൻസുകൾ അതിലുണ്ട് എന്ന ദൃശ്യങ്ങൾ സ്വയം സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നു എന്ന് പറയുന്നു. കാത്തിരിക്കാം എന്ത് നടപടി, എന്ത് വിശദീകരണം അവർ പറയുമെന്ന കാര്യത്തിൽ. ഗോപികൃഷ്ണൻ. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. ആ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യത്തിൽ നടപടിയെടുത്തിട്ടില്ല എന്നും സജോ ദേവസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കണ്ണൂരിൽ നിന്ന്. വാർത്തയിലേക്ക് വീണ്ടും. ആലപ്പുഴയിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നതിനിടെ ചാടിപ്പോയ പ്രതി പിടിയിലായി. പ്രതി വിഷ്ണു ഉല്ലാസാണ് പുന്നപ്രയിൽ നിന്ന് പിടിയിലായത്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, എവിടെ വെച്ചാണ് ഈ ചാടിപ്പോയ പ്രതിയെ പിടികൂടിയത്? എന്താണ് വിവരം? ഗോപികൃഷ്ണൻ, സ്ഥിരമായി പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകുന്ന പ്രതിയാണ് വിഷ്ണു ഉല്ലാസ് എന്ന 27-കാരൻ. കഴിഞ്ഞ വർഷം ജനുവരി മാസവും ഇയാൾ മാവേലിക്കര സബ് ജയിലിൽ നിന്നും ജയിൽ ചാടിപ്പോയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവിടെ ശുചിമുറിയിൽ കയറാൻ വേണ്ടി ഇയാൾക്ക് കൈവിലങ്ങ് അഴിച്ചു കൊടുത്ത സമയത്താണ് ശുചിമുറിയിലെ ജനാല വഴി ഇയാൾ ചാടി രക്ഷപ്പെട്ടത്. 2 ദിവസം പോലീസ് അന്വേഷിച്ചിട്ടും ഇയാളെ എവിടെയാണെന്നുള്ള കാര്യത്തിൽ സൂചന ലഭിച്ചിട്ടില്ല. പിന്നീട് ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴ പുന്നപ്രയിലെ ഒരു ഒഴിഞ്ഞ പറമ്പിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ ടെറസിൽ നിന്നാണ് ഇയാളെ പോലീസിന്റെ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ അരമണിക്കൂർ മുൻപ് ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഇയാളെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ നിന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ ആലപ്പുഴയിലെ രാമങ്കരി കോടതിയിൽ എത്തിക്കാൻ വേണ്ടി തലേദിവസം തന്നെ ഇവിടെ എത്തിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു സബ് ജയിലിൽ പാർപ്പിച്ച ശേഷം കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരുന്ന വഴിയാണ് ഇയാൾ ജയിലിൽ ചാടിയിട്ടുള്ളത്. ഇയാൾ കൊലപാതക ശ്രമം, പിടിച്ചുപറി, മോഷണം, കഞ്ചാവ് വിൽപ്പന അടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ്. കഴിഞ്ഞ വർഷം ജനുവരി മാസം ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ കഞ്ചാവ് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കഞ്ചാവ് ഗ്യാങ് പോലീസ് നടത്തിയ കസ്റ്റഡിയിലാണ്, അറസ്റ്റിലാണ് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ആണെങ്കിലും നിരവധി കേസുകളിലെ പ്രതിയാണ്. അയാളെ നിലവിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ്, സൗത്ത് CI KP തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഗോപികൃഷ്ണൻ. ശരി, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് CPI വീണ്ടും രംഗത്ത്. സുരേഷ് ഗോപിയെ മേയർ തുടർച്ചയായി പുകഴ്ത്തുകയാണ്. ധാരണപ്രകാരമുള്ള MK വർഗീസിന്റെ കാലാവധി അവസാനിച്ചുവെന്നും CPI ജില്ലാ സെക്രട്ടറി വത്സരാജ് പറഞ്ഞു. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്.
അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ്. തൃശൂർ മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണം എന്നത് CPIയുടെ അഭിപ്രായമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതിൽ രാഷ്ട്രീയമില്ല. MK വർഗീസ് മേയറായി തുടരുമോ എന്നത് LDF ചർച്ച ചെയ്യുമെന്നും തൃശൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. പ്രകോപനമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവസാനം മേയർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സംഭവത്തിൽ അതാണ് അയാളുടെ മറ്റേ മേയറുടെ നിലപാടതാണ്. എന്തായാലും ഈ കാര്യം ഞങ്ങൾ LDF ആലോചിക്കും. മേയർ തന്നെ പറഞ്ഞല്ലോ, മന്ത്രി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ നല്ല വാക്കുകളാണ് തിരിച്ചു മറിച്ചു. അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നല്ലേ മേയർ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനപ്പുറം ഇപ്പം അതിനെ സംബന്ധിച്ച് ഞാനൊരു പ്രതികരണം നടത്തുന്നത് നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകാനുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ മേയറുടെ കാര്യത്തിൽ CPIക്കും CPIMനും ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ വിഷയത്തിൽ CPM കൃത്യമായി മേയറെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു. CPI ആകട്ടെ തുടർച്ചയായി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന നടപടിയാണ് ഈ മേയർ MK വർഗീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേയറെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ പരസ്യമായി തന്നെ ആ ആവശ്യം CPI മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് ഇടതുമുന്നണിക്ക് തന്നെ നാണക്കേടാണ്. അതോടൊപ്പം തന്നെ ചില ധാരണകൾ ഈ മേയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ആ ധാരണകൾ അവസാനിച്ചിട്ടും മേയർ ഈ കസേരയിൽ തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ MK വർഗീസിനെ ഒഴിവാക്കണം എന്ന് CPI പറയുന്നു. മറുവശത്ത് CPM ആകട്ടെ മന്ത്രി എന്ന നിലയിലുള്ള വാചകങ്ങൾ മാത്രമാണ് ഈ MK വർഗീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റില്ല. രാഷ്ട്രീയമായ സംസാരമായിരുന്നില്ല തന്റേതെന്ന് മേയർ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ആ മറുപടി തൃപ്തികരം എന്നൊരു നിലപാട് CPM എടുത്തു. അതോടൊപ്പം തന്നെ ഇടതുമുന്നണി വിഷയം ചർച്ച ചെയ്യുന്ന MM വർഗീസ് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും CPIയെ സംബന്ധിച്ച് കടുത്ത അതൃപ്തിയാണ്. മേയറെ മാറ്റണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. സുബീക്ഷൺ. ശരി, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M രമയ്ക്ക് പെൻഷൻ അനുവദിച്ചു സർക്കാർ ഉത്തരവിറക്കി. വിരമിച്ച് 3 മാസം കഴിഞ്ഞിട്ടും പെൻഷൻ നൽകാത്തത് വിവാദമായിരുന്നു. SFIയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പകപോക്കൽ നടപടിയും അതിക്രമവും നേരിട്ടതായി M രമ പറഞ്ഞിരുന്നു. അരുൺ പാറയ്ക്കലുണ്ട് കാസർഗോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഈ കാസർകോട്ടെ ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M രമയ്ക്ക് ഈ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണല്ലോ സർക്കാർ. അപ്പോൾ ഈ 3 മാസം വിരമിച്ച് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും പെൻഷൻ നൽകാത്തത് വിവാദമായിരുന്നു. അതിന് എന്താണ് കാരണം പറയുന്നത്? എന്താണ് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നാണ് M രമയുടെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇന്ന് AGയുടെ ഫയലിലേക്ക് ഈ ഫയൽ നീങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കാസർഗോഡ് ജില്ലാ ട്രഷറിയിലേക്കായിരിക്കും ഈ ഫയൽ എത്തുക എന്നാണ് അധ്യാപിക വ്യക്തമാക്കിയത്. ഇന്ന് തന്നെ ഈ തുക നൽകാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും M രമയ്ക്ക് ഒടുവിൽ ആശ്വാസമായിരിക്കുന്നു. 3 മാസം മുൻപാണ് M രമ ഈ മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി വിരമിച്ചത്. അതിനുശേഷം ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ ഇത്തരത്തിൽ പെൻഷൻ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന പരാതി M രമ ഉന്നയിച്ചിരുന്നു. അതിന് കാരണമായി പറഞ്ഞിരുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പളായിരിക്കെ SFIക്കെതിരെയും അതുപോലെ തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനയ്ക്കെതിരെയും താൻ സംസാരിച്ചു. അത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കി. SFIയുടെയും ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെയും സമ്മർദ്ദത്തിന് മൂലമാണ് ഇത്തരത്തിലുള്ള പെൻഷൻ നടപടിക്രമങ്ങളൊക്കെ തന്നെ സർക്കാർ മരവിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന് കാലതാമസം വരുത്തിയതെന്ന് M രമ ആരോപിച്ചിരുന്നു. വേണ്ട രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും കൃത്യമായി ലഭിച്ചില്ല. ഇതുകൊണ്ടാണ് ഈ പെൻഷൻ നൽകുന്നത് സമയമെടുത്തതെന്നാണ് സർക്കാരിൻ്റെ ഒരു വിശദീകരണം. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷവും ഈ പെൻഷൻ കൃത്യസമയത്ത് നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ M രമയ്ക്ക്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M രമയ്ക്ക് പെൻഷൻ ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗോപികൃഷ്ണൻ. അരുൺ പാറയ്ക്കൽ, കാസർഗോഡ് നിന്ന്. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണം. സൈനിക വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ബൽറാം, എപ്പോഴാണ് ഈ ആക്രമണം നടന്നത്? എന്താണ് അതിന്റെ മറ്റു വിവരങ്ങൾ? ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്?
ഗോപികൃഷ്ണൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. സംയുക്ത സൈനിക സംഘം സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് നേരെ ഭീകരവാദികൾ ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു സൈനികന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ സൈന്യം തിരിച്ചടിച്ചു. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പത്താൻകോട്ടിലെ സൈനിക യൂണിറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള സൈനികരോട് ഈ മേഖലയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം സൈന്യം നൽകിയിട്ടുണ്ട്. പഞ്ചാബിലെ പത്താൻകോട്ടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ജമ്മു കശ്മീരിലെ കത്വ ജില്ല. ഈ പഞ്ചാബിനോട് ചേർന്ന മേഖലയിലാണ് ഭീകരാക്രമണം ഉണ്ടായ പ്രദേശവും. അതുകൊണ്ട് ഏറ്റവും അടുത്ത സൈനിക ക്യാമ്പ് എന്നുള്ളത് പത്താൻകോട്ടിലാണ്. ഈ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരവും വ്യക്തമാക്കുന്നത്. സൈന്യം ഇതുവരെയും ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വാർത്താക്കുറിപ്പോ മറ്റോ പുറത്തിറക്കിയിട്ടില്ല എങ്കിൽ പോലും ജമ്മു കശ്മീർ പോലീസിൽ നിന്നാണ് ഈ വിവരം, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസും ഒപ്പം തന്നെ സൈന്യവും ചേർന്ന സംയുക്തമായ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 ദിവസത്തിനിടെ ജമ്മു കശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണ് ഇത്. രജൌരിയിൽ കഴിഞ്ഞ ദിവസമാണ് 24 മണിക്കൂറോളം നീണ്ട ശേഷമാണ് ഏറ്റുമുട്ടൽ അവസാനിച്ചത്. 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു, 4 ഭീകരരെ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെ 48 മണിക്കൂർ പൂർത്തിയാകും മുമ്പാണ് വീണ്ടും കത്വ ജില്ലയിൽ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, വാർത്തകൾ തുടരുന്നു. മാന്നാർ കൊലക്കേസിൽ 3 പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. മനീഷ് മഹിവാലാണ് ആലപ്പുഴയിൽ നിന്നുള്ളത്. വിവരങ്ങളുമായി മനീഷ്, പറയൂ. കൃഷ്ണൻ, ഏറെ വിവാദമായ കൊലപാതകത്തിലാണ് നിലവിൽ 3 പ്രതി. 1-ാം പ്രതി ജിനു, 2-ാം പ്രതി സോമരാജൻ, 3-ാം പ്രതി പ്രമോദ് എന്നീ 3 പേരെ നിലവിൽ 6 ദിവസത്തെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. 3 സ്റ്റേഷനുകളിലായാണ് പ്രതികളെ ചോദ്യം ചെയ്ത് വന്നത്. മാന്നാർ, മാവേലിക്കര, ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ. പിന്നീട് ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായപ്പോഴാണ് മാവേലിക്കര കോടതിയിലാണ് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടത്. 3 ദിവസത്തേക്കുള്ള കസ്റ്റഡി ആവശ്യപ്പെട്ടു. അത് കോടതി അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമായും കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറയുന്നത്, അന്വേഷണ സംഘം പറയുന്നത്, ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്നുള്ള കാര്യം കൃത്യമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും തെളിവ് ശേഖരണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മൊഴികൾ തരുന്നു. പലപ്പോഴും പ്രതികളുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. 3 സ്റ്റേഷനുകളിലായിട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇപ്പോൾ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. ഈ കൊലപാതകം എപ്പോൾ നടത്തി, എവിടെ വെച്ച് നടത്തി, ഈ മൃതദേഹം എവിടെ മറവ് ചെയ്തു എന്നടക്കമുള്ള പ്രതികൾ ആദ്യം പറഞ്ഞ മൊഴികളല്ല പിന്നീട് പറയുന്നത്. സെപ്റ്റിക് ടാങ്കിലടക്കം പരിശോധന നടത്തിയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സാക്ഷികൾ, ഒന്നിലധികം സാക്ഷികൾ ഇവർ മൃതദേഹവുമായി കാറിൽ പോകുന്നത് കണ്ടതടക്കമുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. ഇത് പ്രധാനമായി കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് 3 ദിവസത്തെ കസ്റ്റഡി കൂടി പോലീസ് അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 1-ാം പ്രതി, ഈ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ അനിൽകുമാറിനെ ഇസ്രായേൽ നിന്ന് നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അറസ്റ്റ് വാറന്റ് വിവരങ്ങളടക്കം ഇവിടുത്തെ നോഡൽ ഏജൻസിയായ CBIക്ക് കൈമാറിക്കൊണ്ടാണ് ഇയാളെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇയാളെ നാട്ടിലെത്തിച്ചാൽ ഈ 4 പ്രതികളെയും ഒരുമിച്ച് തെളിവ് ശേഖരണത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ പോലീസിന് കേസ് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും കോടതിയിൽ അത് സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്താണെങ്കിൽ ഈ കേസിൽ പോലീസ് ഇപ്പോൾ കുഴപ്പത്തിലായി നിൽക്കുന്നത് ഈ പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും 1-ാം പ്രതിയുടെ അഭാവവുമാണ്. ഗോപികൃഷ്ണൻ. ശരി, മാന്നാർ കൊലക്കേസിൽ 3 പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. അറ്റകുറ്റപ്പണിക്കായി തേവര കുണ്ടന്നൂർ പാലം വെള്ളിയാഴ്ച രാത്രിയിൽ അടയ്ക്കും. ശനി ഞായർ ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. ഇന്ന് രാത്രി മുതൽ പാലം അടച്ചിടാൻ തീരുമാനിച്ചെങ്കിലും മഴ മൂലം മാറ്റിവെക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അശ്വിൻ, എപ്പോൾ മുതലാണ് തേവര കുണ്ടന്നൂർ പാലം അടയ്ക്കുക? ഗോപി, വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് അടയ്ക്കുക. ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും പാലം അടഞ്ഞു കിടക്കുകയായിരിക്കും. പാലത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വലിയ തോതിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടുകൂടിയാണ് വാഹന ഗതാഗതം വലിയ ദുഷ്കരമാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അത് വലിയ പരാതിയാവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ACPയുടെ നേതൃത്വത്തിൽ മരട് നഗരസഭയിൽ ഒരു യോഗം ചേർന്ന് പാലം എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് വൈകുന്നേരം അടച്ചിട്ട് നാളെയും മറ്റന്നാളുമായി അറ്റകുറ്റപ്പണി നടത്താനുള്ളതായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ 2 ദിവസമായി കൊച്ചിയിൽ ശക്തമായി പെയ്യുന്ന മഴയാണ് ഇത് മാറ്റിവെക്കാൻ കാരണം. പ്രതികൂല കാലാവസ്ഥയിൽ റോഡ് പണി നടക്കില്ല എന്നുള്ളതായിരുന്നു തീരുമാനം. അതിന് പിന്നാലെയാണ് ഇന്ന് അടിയന്തര യോഗം ചേർന്ന് വെള്ളിയാഴ്ച അടച്ച് ശനി ഞായർ ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി തിങ്കളാഴ്ച രാവിലെയോടുകൂടി തുറന്നു കൊടുക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്. കർണാടക വോട്ടർമാർക്ക് പരസ്യമായി മദ്യം വിളമ്പി BJP. ചിക്ബല്ലാപുര MP യും മുൻ മന്ത്രിയുമായ ഡോക്ടർ K സുധാകരനെ വിജയിപ്പിച്ചതിനാണ് വോട്ടർമാർക്ക് മദ്യസൽക്കാരം.
താൻ അറിയാതെയാണ് പാർട്ടി നടത്തിയതെന്നാണ് കെ സുധാകരന്റെ വിശദീകരണം. മനേഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനേഷ്, ഈ വോട്ടർമാരോട് നന്ദി സൂചകമായിട്ടാണോ അവർക്ക് മദ്യം വിളമ്പിയിരിക്കുന്നത്? എന്താണ് ഇതെവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെയാണ് ഈ രീതിയിലൊരു വിജയാഘോഷം അവിടെ നടക്കുന്നത്. അവിടെ ചിക്ബല്ലാപുരം MP ആയിട്ടുള്ള സുധാകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. JDS-ഉം BJP-യും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP-യുടെ നിലമംഗല പ്രസിഡന്റായിട്ടുള്ള ജഗദീഷ് ചൗധരിയാണ് പാർട്ടി സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ, ഏകദേശം 60,000-ഓളം ആളുകൾ അവിടെ എത്തി മദ്യം വാങ്ങിപ്പോയി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ പെർമിഷൻ എടുത്തിരുന്നു, അതായത് ഇത്തരത്തിലൊരു വിജയാഘോഷം നടത്താനുള്ള പെർമിഷൻ പോലീസിൽ നിന്നും എടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്രയധികം ആളുകൾ അവിടേക്ക് എത്തും എന്നുള്ളൊരു സൂചന പോലും BJP സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പോലീസ് പറയുന്നു. 15,000-ഓളം ആളുകളാണ് പരമാവധി ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസിനെ അറിയിച്ചിരുന്നത്. പക്ഷേ ഏകദേശം 60,000-ഓളം ആളുകൾ അവിടെ വന്നിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ പാർട്ടികൾ നടത്തുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം, എക്സൈസിൽ നിന്നും അനുമതി വാങ്ങണം എന്നുള്ളൊരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, പോലീസ് പറയുന്നത്, എക്സൈസുകാരോട് പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള അനുമതി നൽകരുത് എന്നൊരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള PCC അധ്യക്ഷനുമായിട്ടുള്ള DK ശിവകുമാർ പറയുന്നത് BJP-യുടെ സ്ഥിരം പരിപാടിയാണിത്, അവർ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. മന്ത്രിയായിട്ടുള്ള ദിനേശ് ഗുണ്ടുറാവു പറയുന്നത് BJP പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്ന രീതിയിലാണ്. ആ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 60,000-ഓളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഗോപികൃഷ്ണൻ. ശരി, കർണാടക വോട്ടർമാർക്ക് പരസ്യമായി മദ്യം വിളമ്പുന്നു BJP. ചിക്ബല്ലാപുര MP മുൻ മന്ത്രിയുമായ ഡോക്ടർ കെ സുധാകരനെ വിജയിപ്പിച്ചതിനാണ് വോട്ടർമാർക്ക് മദ്യം നൽകിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകി. വാർത്തയിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, അതിശക്ത മഴ പ്രവചിക്കപ്പെടുകയാണോ? ഏതൊക്കെ ജില്ലകളിൽ? എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ്? ഗോപി, സംസ്ഥാനത്ത് ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇത്തരത്തിൽ ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഉയർന്ന തിരമാലയ്ക്കും മറ്റും സാധ്യതയുള്ളതിനാൽ തന്നെ ഈ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഈ കാലാവസ്ഥ വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ 40 കിലോമീറ്റർ വേഗതയിൽ ഉൾപ്പെടെ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ തെക്കൻ കേരളത്തിൽ മഴ പൊതുവെ കുറവാകും. പക്ഷേ വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ ഒറ്റപ്പെട്ട രീതിയിൽ വലിയ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച ജില്ലകളിൽ കൃത്യമായി ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഗോപി. AV ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിൽ. രാവിലെ അസമിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത്. അസമിന് വേണ്ട സഹായവും പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. BJP ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ദുരന്തത്തിന് പിന്നിലെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടേത് ദുരന്ത ഭൂമിയിലെ വിനോദയാത്രയാണെന്നായിരുന്നു BJPയുടെ പരിഹാസം. വിനീത VG ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വിനീത, കുറെ കൂടി രാഷ്ട്രീയ പ്രസക്തി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ 2ാം മണിപ്പൂർ സന്ദർശനത്തിന്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ അസമിലെ താലേ മേഖലയിലെത്തി അവിടെ ഈ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ആ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അവിടെയുള്ള ആളുകളും ഒക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് കേട്ടിരുന്നു. ഈ പ്രളയക്കെടുതിയിൽ അസമിൽ വലിയ ദുരിതമാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 21 ലക്ഷത്തോളം ആളുകളാണ് ഈ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവരൊക്കെയായി രാഹുൽ ഗാന്ധി അവരെയൊക്കെ തന്നെ നേരിട്ട് കണ്ടു. ഇതിൽ ഏറ്റവും ഒരു പരാമർശം എന്ന തരത്തിൽ
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ BJP സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ പ്രളയക്കെടുതി ഇത്രയും രൂക്ഷമാക്കിയതെന്നുള്ളതായിരുന്നു രാഹുലിന്റെ വിമർശനം. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഒരു 11 മണിയോടുകൂടി അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തിയത്. മണിപ്പൂരിലെ ജിരിബാമിലാണ് രാഹുലിന്റെ ആദ്യ സന്ദർശനം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴും മണിപ്പൂരിൽ ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ടവർ, അവരുടെ കുടുംബങ്ങൾ, ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ, ചുരാചന്ദ്പൂർ, മൊയ്റാങ് ഉൾപ്പെടെയുള്ള ഈ കലാപം ഇപ്പോഴും പൂർണ്ണമായും കെട്ടടങ്ങാത്ത മേഖലകളുണ്ട്. ഇവിടെയൊക്കെയുള്ള ആളുകളുമായും രാഹുൽ ഗാന്ധി സംസാരിക്കും. അതിനുശേഷം ഈ രണ്ട് വിഭാഗങ്ങളിലെയും നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീടായിരിക്കും ഗവർണറുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുക. ഈ പ്രശ്ന പരിഹാരത്തിന് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തേണ്ടി വന്നാൽ അത്തരത്തിലേക്കുള്ള സാധ്യതകൾ കൂടി അദ്ദേഹം തേടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ BJP ഇത്തരം ചില വിമർശനങ്ങളും പരിഹാസവുമായൊക്കെ മുന്നോട്ട് വരുമ്പോഴും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ കലാപബാധിത മേഖലകളടക്കം, അത് കലാപം അതിന്റെ ഏറ്റവും വലിയ രൂക്ഷമായി നിന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ അവിടെ എത്തിയൊരു രാഷ്ട്രീയ നേതാവ്, ആദ്യമായി എത്തിയൊരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര അതും ഈ മണിപ്പൂരിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. പിന്നീട് പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണ് ഇന്ന് നടക്കുന്നത്. ഈ പാർലമെന്റിലേക്കടക്കം മണിപ്പൂർ വിഷയം കൊണ്ടുവരികയും ആ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശനം നടത്തുന്നത്. അവിടുത്തെ ക്യാമ്പുകളിലേക്കടക്കം അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. ഗോപി. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ കാറിലാണ് യുവാവ് ഡോറിൽ ഇരുന്ന് യാത്ര ചെയ്തത്. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് മൂന്നാറിൽ വെച്ച് വാഹനം കസ്റ്റഡിയിലെടുത്തു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ പറയൂ. ഗോപീകൃഷ്ണൻ, ആവർത്തിച്ച് നടപടിയെടുത്തിട്ടും ഗതാഗത നിയമലംഘനങ്ങൾ മൂന്നാറിൽ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത്. ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലാണ് അഭ്യാസ പ്രകടനം നടന്നത്. ഈ അഭ്യാസ പ്രകടനം നടക്കുന്ന വാഹനത്തിന് പിന്നാലെ എത്തിയവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പിന്നാലെ അത് ശ്രദ്ധയിൽപ്പെട്ട മൂന്നാർ പോലീസ് ഈ വാഹനം മൂന്നാറിൽ എത്തിയപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലായിരുന്നു. വാഹനം എന്തായാലും പോലീസിന്റെ പരിശോധനകൾക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പക്ഷേ അന്യസംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനമായതുകൊണ്ടും അന്യസംസ്ഥാനത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായതുകൊണ്ടും നടപടി എപ്രകാരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഗതാഗത നിയമലംഘനം മൂന്നാറിൽ തുടർക്കഥയാകുന്നു. അതിന് എത്ര നടപടിയെടുത്തിട്ടും ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. വയനാട് RTOയ്ക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ദൃശ്യങ്ങൾ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, എന്താണ് പുതിയ വിവരം? ഗോപികൃഷ്ണൻ, ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്ര സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ആണ് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വയനാട് RTO മാനന്തവാടി സ്പെഷ്യൽ സ്ക്വാഡിന് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതിയാണ് ആകാശ് തില്ലങ്കേരി. നിയമം ലംഘിച്ച് രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വയനാട് പനമരത്താണ് ഈ യാത്ര നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആകാശ് തില്ലങ്കേരി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പരാതിയുമായി യൂത്ത് കോൺഗ്രസ് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചത്. ഒപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് അന്വേഷണത്തിന് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റോഡിൽ കുഴഞ്ഞു വീണ 70-കാരന് രക്ഷകരായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഷൊർണൂരിലെ സൂപ്പർ ഹീറോസ്. നാടിന്റെ ആകെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഈ കുട്ടിക്കൂട്ടം. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഗോകുൽ കൃഷ്ണ, അനന്തു കൃഷ്ണ, ഹരിദേവ്, അശ്വിൻ ചന്ദ്ര, അനശ്വർ, വിധു കൃഷ്ണ, ശ്രേയസ്, ശ്യാം ശേഖർ, മുഹമ്മദ് റസാൻ, മനുരാജ് എന്നിവർ റോഡരികിൽ 70-കാരനായ വൃദ്ധൻ കിടക്കുന്നത് കണ്ടത്. അടുത്തെത്തിയപ്പോൾ ബോധമില്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഉടൻ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഖത്തേക്ക് തെളിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ ഓടിച്ചെന്ന അധ്യാപകരെ കൂട്ടിക്കൊണ്ടുവന്നു. ഭക്ഷണം കഴിക്കാതെ തളർന്നു വീണതാണെന്ന് മനസ്സിലാക്കി അടുത്തുള്ള ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അധ്യാപകരുടെ സഹായത്തോടെ ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകി. അവസരോചിതമായ ഇടപെടൽ കൊണ്ട് നാടിന്റെ കയ്യടി നേടുകയാണ് ഈ കുട്ടികൾ.
വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോ ഞങ്ങൾ ഒരു കൂട്ടുകാരനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരാൾ നടന്നു പോകണ്ടായിരുന്നു. ഞങ്ങൾ ആളെ ഇതായി കൂട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആളവിടെ വീണത് കണ്ടപ്പോ ഞങ്ങൾക്ക് എന്തോ തോന്നിയപ്പോ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആളെ എടുത്തിട്ട് റോഡിലെ കടന്നു. റോഡിന്റെ സൈഡിലേക്ക് പറ്റിയിട്ട് തലേനായിട്ട് വേഗം വെച്ചു കൊടുത്തു. വെള്ളം വേണം പറഞ്ഞു വെള്ളം കൊടുത്തു. തങ്ങളുടെ കുട്ടികൾ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചോർത്ത് അധ്യാപകർക്ക് സന്തോഷവും അഭിമാനവും. ഏറ്റവും നമുക്കൊരു അഭിമാനം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് തന്നെ ആ സ്കൂൾ ബാഗ് തലയണായിട്ട് വെച്ചിട്ട് അവരത് കൊടുത്തേക്കാണ്. എന്നിട്ട് അവരെ കുട്ടികളെല്ലാവരും ഇങ്ങനെ നമ്മുടെ ഒരു സ്വന്തം ബന്ധുക്കളെ പോലെ അവരെ ശുശ്രൂഷിച്ചിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു അത്രയ്ക്ക് അഭിമാനം തോന്നിയ ഒരു വിഷയമാണ്. ഒടുവിൽ 70-കാരനെ വീട്ടിൽ സുരക്ഷിതനായി എത്തിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. 24 പാലക്കാട്. മണിപ്പൂർ ജിരിബാമിൽ വെടിവെപ്പ്. അക്രമികൾ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ വെടിയുതിർത്തു. 2 പേരെ പോലീസ് പിടികൂടി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് സംഭവം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ പറയൂ. ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂരിലെ ജിരിബാമിലാണ് അക്രമികൾ ഈ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവയ്പ് നടത്തിയത്. തുടർന്ന് സുരക്ഷാ സേനയും വെടിയുതിർക്കുകയും ഈ അക്രമികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ പോലീസിന് കൈമാറി. നിലവിൽ ഈ 2 അക്രമികളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ആദ്യമായി എത്തിച്ചേർന്നതും ജിരിബാമിലായിരുന്നു. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യം സന്ദർശിച്ചത്. ആ സന്ദർശന പശ്ചാത്തലത്തിലാണ്, അതായത് രാഹുൽ ഗാന്ധി എത്തുന്നതിന് തൊട്ട് മുൻപായാണ് ഈ ഒരു സംഭവം ജിരിബാമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം ജിരിബാമിൽ ഇന്നലെ രാത്രിയും നിരവധി വീടുകൾക്ക് ഈ കലാപകാരികൾ തീയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ജിരിബാമിൽ വീണ്ടും ഈ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ വെടിവയ്പ് ഉണ്ടായത്. ഗോപികൃഷ്ണൻ. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.